എന്റെ പൊന്നു ഗുരുവി സത്യം പറഞ്ഞ ഞാൻ ഒരാളുടെ നമ്പർ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് സംസാരിക്കുന്ന ആദ്യമായിട്ടോ കേട്ടോ. ഞാനൊരു ആരുടെ ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇത് മുഴുവൻ വന്നത്. ഫ്ലാഷ് ബാക്ക്. അതാ ഇത് ഡെയ്സി ഡോയ്സ് നിരത്തി ഇടുന്ന നമ്പർ. എനിക്ക് കോള് വരില്ല. ഹലോ കുരുവി, എന്തെല്ലാം വിശേഷം? ഹലോ, ഞാൻ നമ്പർ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞായിരുന്നേ. ഞാനിങ്ങനെ സിറ്റി വന്നിട്ട് ഓരോരുത്തരായിട്ട് പരിചയപ്പെടണം ഞാനിങ്ങനെ ആരോ മിസ്സായെന്ന് ആലോചിച്ചപ്പോഴാണ് എക്സാറ്റിലെ കുരുവിയുടെ നമ്പർ കണ്ടേ. അല്ല, കുരുവിയുടെ മെസ്സേജ്. പിന്നെ പരിചയപ്പെടാന്ന് വെച്ചാൽ കുരുവി എന്തെല്ലാം വിശേഷം? സുഖല്ലേ? സുഖാന്ന്. ഓക്കെ, ഞാൻ പിന്നൊരു തവണ വിളിക്കാം. പരിചയപ്പെട്ടതിൽ സന്തോഷം. ബൈ ബൈ ബൈ. ഇതെന്തുവാടാ? എനിക്ക് എന്റെ ബേബിനെ വേണം, ഡെയ്സിക്ക് ഡെയ്സിന്റെ മോബിനെ വേണം, പാച്ചുന്റെ സുന്ദരിനെ വേണം, ഈ മൊണ്ണയ്ക്ക് മന്ദാരത്തിനെ വേണം. അതെല്ലാം വിചാരിച്ചടക്കും. ചേട്ടാ, ഇതൊരു വലിയ ശല്യമായല്ലോ. വിചാരിച്ച ഇപ്പൊ എല്ലാം നടക്കും. അതെ, 5-6 ജീവിതം. ഹലോ, ഞാനാ കുരുവി. എന്താണ് കുരുവിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞേ? പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാ അന്ന് ആ ഒരു എക്സ്റ്റാറ്റ് ഇട്ടതിന് ശേഷം ഇവിടെയുള്ള ഒരുപാട് പെൺപിള്ളേര് ഓരോരുത്തരും വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ എന്തിനാ ഇട്ടത്, നീ ഒന്ന് സംസാരിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. എന്റെ പൊന്നു കുരുവി സത്യം പറഞ്ഞ ഞാൻ ഒരാളുടെ നമ്പർ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് സംസാരിക്കുന്ന ആദ്യമായിട്ടോ കേട്ടോ. ഞാനൊരു ആരുടെ ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇത് മുഴുവൻ വന്നത്. പ്രശ്നമൊന്നുമില്ല, ഇവർക്ക് ഇവരെ ചെക്കനെ വേണം പോലും. എന്റെ അമ്മയെ നാട്ടിച്ച് എന്റെ കയ്യിലാണ് ഇവരുടെ ചെക്കന്മാരിരിക്കുന്നത്. എന്താടാ തെളിച്ചു പറ കുരുവി ഇങ്ങോട്ട് വന്നേ. കുരുവി ഒന്ന് കുറച്ച് പ്രൈവസി. വണ്ടി ഉണ്ടോ? സിറ്റി വണ്ടി ഉണ്ട്. വണ്ടി എടുത്തോ. കമാൻഡർ വണ്ടി ഓടിക്കോ? വണ്ടി ഓടിച്ചോ കമാൻഡർ? അല്ല, ഞാൻ വണ്ടി ഓടിച്ചില്ല, ചിലപ്പോ ചത്തുപോകും. കുരുവി ഞാനൊരു കാര്യം ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കുരുവി ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ ഞാൻ ഈ സിറ്റിയിലോട്ട് വരുന്ന സമയത്ത് പെമ്പിള്ളാരുമായിട്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് ഗേൾ ഫ്രണ്ട് പ്രഗ്നന്റ് ആണെന്ന് പറയുന്ന റീസൺ വെച്ചിട്ട് കല്യാണം പറ്റൂ കുരുവി? ഇല്ല, അത് മോശമാണ്. അത് മോശമാണ് മനസ്സിലായോ? എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, മനസ്സിലായോ? അപ്പം കുരുവി ഈ കിടത്ത് വന്നിട്ട് അവര് പറഞ്ഞു, അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് സംസാരിക്കാൻ വരുന്ന സമയത്ത് കുരുവിക്ക് ഒരു കാര്യം തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ സംസാരിക്കാൻ വരുന്ന കാര്യമുണ്ടോ? ഇല്ല. അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് അല്ല, അവര് ഫ്രണ്ട്സ് ആണല്ലോ. അവരെന്റെ ഫ്രണ്ട്സ് ആണല്ലോ. അവര് കപ്പിൾസ് ആയിട്ട് അവരത്രത്തോളം സ്നേഹിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. അത് ഇവര് അതായത് ഇവര് ഭയങ്കര ഇഷ്ടത്തിലാണല്ലോ. അപ്പൊ അതെല്ലാം അപ്പൊ പെട്ടെന്ന് അവര് പിരിയുന്നത് കാണുമല്ലോ. അന്നെ കൊല്ലറ് അല്ല, എന്നെ കൊല്ലറ്. അന്നെ ഞാൻ കൊല്ലത്തില്ല കുരുവി. അന്നെ എന്തിനാ കുരുവി കൊല്ലുന്നേ? അല്ല, അപ്പൊ അവരിങ്ങനെ സ്നേഹിച്ച് നടക്കുന്ന കണ്ട് പിന്നെ ശരിയാണ്, അവര് ചെയ്ത് തെറ്റാന്ന്. പക്ഷെ ആ കുട്ടീന്റെ അച്ഛൻ എന്ന് പറയുന്നത് അവര് തന്നെയാണല്ലോ, മാറൂലല്ലോ അത്. അത് മാറത്തില്ല. അപ്പൊ തന്തയില്ലാണ്ട് വളരുവാന്ന് പറയുന്നത് മോശമല്ലേ? അതാണ് കുരുവി അവിടുത്തെ ഒരു വാലിഡേഷൻ പോയിന്റ്, മനസ്സിലായോ? അതിപ്പോ എന്ത് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതാണ് ഒന്നെങ്കിൽ ഗ്യാങ്ങിനെ പുറത്താക്കണം. അത് ഇത്രയും നല്ല മെമ്പേഴ്സിനെ പുറത്താക്കുന്നത് മോശമല്ലേ? ഇത്രയും നല്ല മെമ്പേഴ്സ് ഇത്രയും പറഞ്ഞ പരിപാടി കാണിച്ച് പിന്നെ പുറത്താക്കണ്ടേ കുരുവി? അല്ല, അവര് നീ ഇരുന്ന് ഈ പറയാറ കാര്യം പറ. ഇതൊക്കെ സത്യം പറഞ്ഞ തലയുള്ളത്തരമല്ലേ ഇതൊക്കെ? അതെ, അവര് ചെയ്ത തെറ്റാണ്, അതിലൊരു ന്യായീകരണവും ഇല്ല, തെറ്റാണ്. കേട്ടോ ഞാൻ ഇവിടെ എന്തോ ആക്കാനാ.
കുരവി കണക്ട് റേഡിയോ കുരവി. അത് അവളുമാർക്ക് അവിടെ ഇരിക്കാൻ സൗകര്യം ഉണ്ടാവില്ല. ഒരു മിനിറ്റ്. നീ എന്താ ഭയങ്കര അടങ്ങിയിരിക്കുന്ന ഇങ്ങനെ അല്ലല്ലോ നീ. എടാ, ഈ കുരുവി ഉണ്ടല്ലോ, ഈ കുരുവി കണ്ടപ്പോ തൊട്ടിട്ട് ഈ അല്ലാണ്ട് വേറൊന്നും പറയുന്നില്ല. അയ്യോ ബഗീറ ഇങ്ങനെയല്ല, അത് വാ തുറന്ന വർത്താനം നിക്കത്തില്ല, അത് അല്ലേ ആട്ട വർത്താനം നിർത്തുള്ളൂ. എന്ത് പറ്റിയാവോ? കുന്തിരിക്ക എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത്. എന്റെ കയ്യും കാലം വരച്ചിട്ട് നിക്കുന്നില്ലടാ. അവള് ഞാൻ ചത്തെടുത്താടാ. പോയിട്ടാ, എല്ലാവർക്കും പോയി, എല്ലാവർക്കും പോയി. ഡേയ് കുരുവി വാ, കങ്കുവ വണ്ടി എടു. കങ്കുവ അല്ല, കബൂക വണ്ടി എടു. നമുക്ക് ടീച്ചയുടെ ഗാങ് ഹൗസിൽ പോയാലോ കുരുവി? അല്ല ഞാനാ അന്നെ കൊല്ലാൻ വന്നില്ലേ? സത്യം പറഞ്ഞ നിങ്ങളോട് എന്ത് കരയില്ലേ. കുരുവിയെ കുറിച്ച് വിചാരിച്ചത് കുരുവി കുറച്ച് പവർഫുൾ ആയിട്ടുള്ള മനസ്സിനുടമയായിട്ടുള്ളൊരു അല്ലല്ലേ? ചഞ്ചുലതേ അല്ലേ? ചഞ്ചുലതാ. കങ്കുവേ, ഞാൻ ചുമ്മാ ഓളത്തിന് ടീച്ചറുടെ ഗാങ് ഹൗസിൽ പോകാന്ന് പറഞ്ഞപ്പോ നീ അല്ലല്ലേ നമ്മളെ ഈ റൂട്ട് പോയി നടന്ന. നീ അനത്തോണ്ട് കേട്ടിക്കൊടു. എന്നിട്ട് വേണം ഇനി അവന്മാർ എന്നെ അവിടെ മറ്റേ പിടിച്ചു വെച്ചിട്ട് അക്കൂസ് ഒഴിക്കാൻ. അങ്ങനെ കൊണ്ടുപോകുന്നില്ല, ഒന്ന് കാണാ. നീ തൂക്കിയിട്ട് നടക്കുന്ന ഉണ്ടാക്കാത്ത വെടി വെക്കാൻ പറ്റത്തില്ല, എനിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. ഒറിജിനൽ സാറുണ്ട്. കുരുവി അങ്ങോട്ട് വന്ന കുരുവി ലാസ്റ്റ് ഒരു വൈൻഡപ്പ് ഇപ്പൊ വരാടാ വില്ല ഇപ്പൊ. അപ്പം കുരുവി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിൽ ഏതേലും ഒരാള് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെ പ്രശ്നം വന്ന കുരുവി നിന്നെ ഞാൻ കൊല്ലും. അയ്യോ എക്സ്പ്രഷൻ വേണ്ട. പ്രഗ്നന്റ് ആണ്, മറ്റേതാണ്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് വരുവാണെങ്കിൽ കുരുവി ഞാൻ നിന്നെ കൊല്ലും. കുരുവി സീരിയസ്ലി ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും കേട്ടോ. കൊല്ലെന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലും, എനിക്കൊന്നും നോക്കാനില്ല. കൊല്ലെന്ന് പറഞ്ഞാൽ ഇവിടിട്ട് ഞാൻ കൊന്നിട്ട് വേണമെങ്കിൽ ബാനം മേടിച്ചിട്ട് ഞാൻ പോകും. ഭയങ്കര സീനാണ് when it comes to this. എന്തായാലും മരണം ഉറപ്പായി.